ഹായ് ഗൈസ്. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെക്ക് ചെയ്തു ഈ ഹെഡറും ഫോട്ടറും വേർഡ് പ്ലസിൽ എങ്ങനെയാണ് നമ്മൾ ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ. എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ ഹെഡർ ഫോട്ടർ ലോഡ് ചെയ്യും വേർഡ് പ്ലസിലേക്ക്, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചെക്ക് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് CSS എങ്ങനെ ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ കറന്റ് നമ്മൾ CSS കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. സോ CSS എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ലോഡ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഇനീഷ്യലി നമ്മുടെ header.php ഉണ്ടാവും, നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിയേറ്റ് ചെയ്തത്. അത് ഈ HTML ടാഗ് നമ്മൾ റിമൂവ് ചെയ്യാം. നമുക്കിത് അപ്പോൾ ആവശ്യമില്ല. ഇവിടെ നമ്മൾ നമ്മുടെ HTML കോഡ് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, HTML കോഡ് നമ്മൾ ആദ്യം ഡോക് ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം. എനിക്കൊന്ന് HTML നിങ്ങൾക്ക് ബേസിക്സ് കുറച്ച് അറിയാമെന്ന് കരുതുന്നു. സോ ഡോക് ടൈപ്പ് ബേസിക്കലി ലൈക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യണം ഡോക് ടൈപ്പിൽ HTML. ഓക്കെ, അതിനുശേഷം HTML ടാഗ് നിങ്ങൾക്ക് ബേസിക് നോളജ് ഉണ്ടെന്ന് ചോദിക്കുന്നു. HTML ഒരു ഓപ്പണിംഗ് ടാഗ് വരും. സോ സെയിം വേ ലൈക്ക് HTML ക്ലോസിംഗ് ടാഗ്. സോ HTML കഴിഞ്ഞ ശേഷം അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഹെഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, HTML നിങ്ങൾക്ക് ബേസിക്സ് നോളജ് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു W3 സ്കോളോ അല്ലെങ്കിൽ യൂട്യൂബിലെ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മളിനി ഹെഡ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഹെഡ് ടാഗിൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ CSS ഫയൽ നമ്മൾ ഹെഡ് ടാഗിൽ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, നോർമൽ HTML നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ലിങ്കിൽ ആ ഒരു ഇതിലാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്. സോ പക്ഷേ നമ്മളിവിടെ PHP നമ്മൾ ലിങ്ക് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ PHP കോഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ മാർക്ക് PHP. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഫംഗ്ഷൻ എഴുതാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ WP_head എന്നൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതി സെമിക്കോളൻ ഇട്ട് കൊടുക്കണം. സോ ബേസിക്കലി ഇതിൽ നമ്മൾ പറയുന്നത് ഈ ഹെഡിന്റെ കൺട്രോൾ വേർഡ് പ്രസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക ചെയ്യുന്നത്. സോ WP ഹെഡ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബേസിക്കലി ലൈക്ക് HTML ഈ ഹെഡ് പോർഷൻ നമ്മൾ വേർഡ് പ്രസ്സിലേക്ക് കൺട്രോൾ കൊണ്ടുവരണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു യൂട്ടിൽ ഫയൽ. സോ അതിന് നമ്മൾ തൽക്കാലം ഫങ്ഷൻസ് എന്ന് പറഞ്ഞ പേര് കൊടുക്കാം നമുക്ക്. ഓക്കെ, functions.php എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി ഇതിൽ PHP നമ്മൾ ബേസിക്കലി നോർമൽ PHP കോഡിൽ റാപ്പപ്പ് ചെയ്യുക, PHP എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, PHPയുടെ ഉള്ളിൽ ഞാനൊരു മെത്തേഡ് എഴുതാണ്. ഓക്കെ, add_action. എന്നിട്ട് ഇതെന്താ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മെത്തേഡിൽ സ്പെസിഫൈ ചെയ്യുന്നത് ഒരു ആക്ഷൻ നിങ്ങൾ ആഡ് ചെയ്യണം ഇതിലേക്ക്. ലൈക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ഫ്ലോയിൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം. അതാണ് add_action നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഇതിൽ. സോ മറക്കരുത്, add_action എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം നമ്മൾ മെൻഷൻ ചെയ്യണം. അതിൽ 2 പാരാമീറ്റർ പാസ് ചെയ്യും. നമ്മൾ തൽക്കാലം A, B എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, 2 പാരാമീറ്റർ ആണ്, സോറി 2 ആർഗ്യുമെന്റ് ആണ് പാസ് അല്ല 2 പാരാമീറ്റർ ആണ് എടുക്കുന്നത്. അല്ല, ആർഗ്യുമെന്റ് അല്ല പാസ് ചെയ്യുന്നത്, ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നത്, പാരാമീറ്റർ റിസീവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. 2 ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യുന്നത്. ഇതിൽ A, B എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്യും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ പറയാണ് എന്താണെന്നുള്ള മെൻഷൻ ചെയ്യാനായിട്ട് WP സ്ട്രിങ്ങിൽ തന്നെ കൊടുക്കുക _NQ scripts. ഓക്കെ, എന്നിട്ട് അടുത്തത് ഞാൻ സ്പെസിഫൈ ചെയ്യുന്ന സ്കോൾഡ് ഫയൽസ്. ഓക്കെ, അത് എഴുതിയ ശേഷം സെമിക്കോളൻ നമുക്ക് ആഡ് ചെയ്യാം. ഇതെന്താ വെച്ചാൽ ഈ നെയിം കറക്റ്റ് ആയിരിക്കണം. WP_NQ_script എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് നമുക്കിവിടെ CSS അല്ലെങ്കിൽ JS ഫയൽ നമുക്ക് ലോഡ് ചെയ്യേണ്ടതാണ്. അതാണ് ആക്ഷൻ. ഇത് നിക് നെയിം ആണ് ബേസിക്കലി.
നമ്മുടെ ഒരു ഫയലിന്റെ പേര് ചുമ്മാ നമ്മൾ കൊടുക്കുന്നു മാത്രം. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത്. ഒരു ഫയൽ ഉണ്ട്, ആ ഫയലിന്റെ പേര് ഇതാണ്. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാല് സോറി കേട്ടോ, അത് ഇത് ഫയലിന്റെ പേരല്ല, ഇത് ഫംഗ്ഷന്റെ പേരാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് JS-ഓ ജാവാസ്ക്രിപ്റ്റോ CSS-ഓ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആർഗ്യുമെന്റ് എടുക്കുന്നത്. WP-NQ സ്ക്രിപ്റ്റ്സ് ഇതാണ്. ലൈക്ക് നെയിം കറക്റ്റ് ആയിട്ട് കൊടുക്കണം. സ്കൂൾ ഫയൽസ് എന്ന് നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം, പക്ഷെ ഇത് ഫംഗ്ഷന്റെ പേരാണ്. സോ ബേസിക്കലി 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യും. ഒന്ന് വന്നിട്ട് ഇത് എന്താ ആക്ഷൻ ചെയ്യേണ്ടത്, JS അല്ലെങ്കിൽ CSS ലോഡ് ചെയ്യണം. രണ്ടാമത്തെ പറഞ്ഞാല് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ഇതിൽ. അപ്പൊ ഈ ഫംഗ്ഷൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഇത് കോപ്പി ചെയ്തിട്ട് നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം ഇവിടെ. ഓക്കെ, ഫംഗ്ഷൻ സ്കൂൾ ഫയൽസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം ഈ ഫംഗ്ഷൻ എന്താണ് ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. NQ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഐദർ JS ഓർ CSS ആണ് ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം എന്താണ് ലോഡ് ചെയ്യുന്നത്. നമുക്കിവിടെ CSS ആണ് ലോഡ് ചെയ്യേണ്ടത്. CSS ലോഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാം. WP_NQ style style എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. ഇതാണ് ഫംഗ്ഷന്റെ പേര്. ഇതിലും 2 പാരാമീറ്റർ പാസ് ചെയ്യും. ഞാനിവിടെ സ്കൂൾ മെയിൻ സ്റ്റൈൽസ് കോമ, പിന്നെ രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഗെറ്റ്, അതൊരു സ്ട്രിങ് അല്ല, കാരണം മെത്തേഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ഗെറ്റ് style sheet _URI എന്നിട്ട് സെമിക്കോളൻ. ഓക്കെ, നമ്മൾ ഈ മെൻഷൻ ചെയ്യുന്ന WP-NQ സ്റ്റൈൽ ബേസിക്കലി എന്താ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പറയണം സ്റ്റൈൽ ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ പറയണം സ്കൂൾ മെയിൻ സ്റ്റൈൽസ്. ഇത് നിക് നെയിം ആണ് നമ്മുടെ CSS. നമുക്ക് എന്ത് പേര് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തൽക്കാലം സ്കൂൾ മെയിൻ സ്റ്റൈൽസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ, ലൈക്ക് സ്കൂൾ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ലോഡ് ചെയ്തിട്ട് ആ മെത്തേഡ് ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ മെൻഷൻ ചെയ്യണം WP-NQ സ്റ്റൈൽസ് എന്ന് വെച്ചാൽ CSS ലോഡ് ചെയ്യാൻ മതി. അതിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നമുക്ക് നിക് നെയിം ആണ്. ഇതാണ് എന്റെ സ്റ്റൈൽ ഷീറ്റിന്റെ പേര്. നമുക്ക് ചുമ്മാ കൊടുക്കാം, എന്താ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതാണ് സെക്കൻഡ്. ഗെറ്റ് സ്റ്റൈൽ ഷീറ്റ് URI. സോ ബേസിക്കലി ഈ സ്റ്റൈൽ ഷീറ്റ് എടുത്തോളും. ബൈ ഡീഫോൾട്ട് നമ്മുടെ കയ്യിലുള്ളത് ഈ style.css ആണ്. ഇതല്ല നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാത്തൊക്കെ മെൻഷൻ ചെയ്യണം. അത് നമുക്ക് ലേറ്റർ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്നത് അവരുടെ ഈ സ്റ്റൈൽ ലോഡ് ചെയ്യാനേ പറയുന്നുള്ളൂ. ഓക്കെ, ഞാനവിടെ സേവ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിലൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഫയലാണ് ലോഡ് ചെയ്യുന്നത്. എൻ്റെ മൾട്ടിപ്പിൾ CSS ഫയൽ ഉണ്ട്. അത് ലോഡ് ചെയ്യുന്നത് ഇതന്നെ കോപ്പി പേസ്റ്റ് അടിച്ചാൽ ഇത് കോപ്പി അടുത്തടുത്ത ലൈനായിട്ട് പേസ്റ്റ് ചെയ്യാം ബേസിക്കലി. ഓക്കെ, ഇത് CSS ലോഡ് ചെയ്യാനായിട്ട്. JS ലോഡ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. ഈ സ്റ്റൈൽ എന്നുള്ള നെയിം ചേഞ്ച് ചെയ്തിട്ട് സ്ക്രിപ്റ്റ്സ് എന്ന് ചേർക്കാം. സോ ആ ടൈപ്പിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് JS നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും അതിലേക്ക്. ഓക്കെ, സ്റ്റൈൽസ് എന്ന് പറയുന്നത് CSS ലോഡ് ചെയ്യാനും സ്ക്രിപ്റ്റ് പറയുന്നത് JS ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ സ്റ്റൈൽസ് നമ്മളിവിടെ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഗെറ്റ് സ്റ്റൈൽ ഷീറ്റ് URI. സോ ബേസിക്കലി അതെന്താ വെച്ചാൽ style.css ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് സ്റ്റൈൽസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി കാര്യം ചെയ്യാം. ഇതൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. ഔട്ട്പുട്ട് വരുന്നത് style.css വല്ലതുണ്ടോ നോക്കാം. സോ നമ്മുടെ style.css ഒന്നുമില്ല, റാൻഡം ആയിട്ട് ഒന്നും നമ്മൾ എഴുതിയിട്ടില്ല. സോ നമുക്ക് റാൻഡം ആയിട്ട് ഒന്ന് എഴുതാം. ഇപ്പോൾ തൽക്കാലം ഒരു ബോഡി, എന്നിട്ട് കളർ എന്താ കൊടുക്കാം, നമുക്ക് കളർ ഇഷ്ടമുള്ള ഒരു കളർ ഞാനിപ്പോൾ തൽക്കാലം റെഡ് കൊടുക്കാം. സേവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ലോക്കൽ ബ്രേഡ് ഫ്ലെയിമിൽ ചെക്ക് ചെയ്യട്ടെ. എൻ്റെ സൈറ്റ് ലോഡിംഗ് അല്ല എൻ്റെ സൈറ്റ്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അത് കുറച്ച് ടൈം എടുക്കും സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് റീലോഡ് ചെയ്താക്കാം. എടുത്തു, ഇത് റീലോഡ് ചെയ്യാം. ഇത് വർക്ക് ആവുന്നുണ്ട് ബേസിക്കലി.
ഓക്കെ. പക്ഷെ ബോഡിയിലൊന്നും എഴുതിയിട്ടില്ല. ബോഡിയിൽ എനിക്ക് കാരണം ഇവിടെ ബോഡിയിൽ ഹെഡിങ്ങിലൊന്നും കൊടുത്തിട്ടില്ല. അതാണ് ബ്ലാങ്ക് വരുന്നത്. നമുക്ക് ഹെഡിങ് എന്തെങ്കിലും എഴുതാം ഫസ്റ്റ്. ഞാനത് വിട്ടുപോയി കൊടുക്കാനായിട്ട്. ഹെഡ് ഡോട്ട് പി എച്ച് പിയിൽ ഹെഡ് മാത്രമേ എഴുതുള്ളൂ. നമ്മൾ ബോഡിയിലില്ല. ബോഡി ബോഡിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് റാൻഡം ആയിട്ടൊരു ടെസ്റ്റ് കൊടുക്കുകയാണ്. H1 എഴുതിയിട്ട് ക്ലോസിംഗ് ടാബ് കറസ്പോണ്ടിങ് ക്ലോസിംഗ് ടാബ് മെൻഷൻ ചെയ്തിട്ട് മോഡൽ സ്കൂൾ സേവ് റീലോഡ് ചെയ്യാം. സോ ബേസിക്കലി മോഡൽ സ്കൂൾ എന്ന ഹെഡിങ് വന്നു. അതിന്റെ കറസ്പോണ്ടിങ് കണ്ടന്റ്സ് എല്ലാം വന്നിട്ട് റെഡ് കളറാണ്. സോ ആ CSS നമ്മൾ എടുത്തു. നമ്മളിവിടെ കൊടുത്ത CSS എടുത്തു കഴിഞ്ഞു. സ്റ്റൈൽ ഡോട്ട് CSS ബൈ ഡിഫോൾട്ട് സ്റ്റൈലാണ്. അത് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ഈ ഫംഗ്ഷൻ സ്ലോട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നു, ആഡ് ആക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിൽ നമ്മൾ പറഞ്ഞു NQ സ്ക്രിപ്റ്റ്സ്. സോ അതിന്റെ JSO CSS ലോഡ് ചെയ്യണം. അതിന്റെ ഫംഗ്ഷൻ, അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നു. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഡിഫൈൻ ചെയ്തിട്ട് ഡിഫൈനുള്ളിൽ NQ സ്റ്റൈൽ നമ്മൾ യൂസ് ചെയ്യുന്നു. NQ സ്റ്റൈൽ ബേസിക്കലി നമ്മൾ പറയുന്നത് CSS ആണ് ലോഡ് ചെയ്യണം എന്നുള്ളത് പറയുന്നു. NQ സ്റ്റൈൽ അതിൽ നമ്മൾ ഒരു പേര് കൊടുക്കുന്നു, CSS റാൻഡം ആയിട്ട് പേര് കൊടുക്കുന്നു. എന്നിട്ട് ഗെറ്റ് ഈ സ്റ്റൈൽ ഷീറ്റ് URI എന്ന് പറഞ്ഞാൽ ഈ സ്റ്റൈൽ ഡോട്ട് CSS ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ. സോ നമ്മുടെ സ്റ്റൈലിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്കൊരു അഡ്മിൻ പാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഡ്മിൻ നമ്മൾ ലോഡ് ചെയ്യുന്നില്ല തോന്നുന്നു. നമുക്ക് അഡ്മിൻ ലോഡ് ചെയ്യാം. /wp-admin. ഓക്കെ. അഡ്മിൻ പാനൽ ഈ മോളിൽ കണ്ടോ, നമ്മുടെ ഇത് നമുക്ക് ആഡ് ചെയ്യണം. ഈ മോളിലത്തെ പാനൽ നമ്മുടെ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷനിൽ അത് ആഡ് ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അതിന് നമ്മൾ എന്ത് ചെയ്താൽ header.php ഉണ്ട് നമ്മൾ എഴുതിയത്. അതിൽ നിന്ന് ഈ HTML ബോഡിയും നമ്മൾ കട്ട് ചെയ്യുന്നു. നമുക്കിത് ഇവിടെ വേണ്ട. ഓക്കെ. എന്നിട്ട് നമ്മൾ footer.phpയിലേക്ക് മൂവ് ചെയ്തിട്ട് നമുക്ക് footer.phpയിൽ പേസ്റ്റ് ചെയ്യാം താഴത്ത്. ഓക്കെ. സോ ഇവിടെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മളൊരു PHP മെത്തേഡ് എഴുതാണ്. ഓക്കെ. PHP മെത്തേഡ് നമ്മൾ കോൾ ചെയ്യാണ്. അത് ഏതാ വെച്ചാൽ wp-footer. ഓക്കെ. ഈ മെത്തേഡ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? HTML ജാവാസ്ക്രിപ്റ്റ് എപ്പോഴാണ് ലോഡ് ചെയ്യുക? നമ്മൾ ബോഡിക്ക് ടാഗ് ക്ലോസിന് മുമ്പ് നമ്മൾ ലോഡ് ചെയ്യും ജാവാസ്ക്രിപ്റ്റ് ഫയൽസ്. സെയിം വേ ആണ്. അതിന് മുമ്പ് നമ്മൾ പറയുകയാണ് ഇവിടെ നമ്മുടെ ബ്ലാങ്ക് സ്ക്രീൻ ലോഡ് ചെയ്യാനായിട്ട് wp-footer എന്ന് പറഞ്ഞാൽ ഡാഷ്ബോർഡിലെ ആ ബ്ലാങ്ക് സ്ക്രീൻ ഉണ്ടല്ലേ, നേരത്തെ കാണിച്ച മുകളിലത്തെ ഭാഗം, അത് ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. സോ നമ്മൾ അത് മറക്കരുത്. ഇത് എന്തുകൊണ്ട് എവിടെ എഴുതിയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ജാവാസ്ക്രിപ്റ്റിലെ ഫയലൊക്കെ ലോഡ് ചെയ്യാനായിട്ട് ബോഡി ടാഗ് ക്ലോസിന് തൊട്ട് മുമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ മെൻഷൻ ചെയ്യാം. സോ അതേപോലെയാണ് നമ്മളിവിടെ ആഡ് ചെയ്തേക്കുന്നത്. പക്ഷെ ഫംഗ്ഷൻ യൂസ് ചെയ്തേക്കണ wp_footer. അത് എന്തിനാന്ന് വെച്ചാൽ അതാണ് ആ ബ്ലാങ്ക് അഡ്മിൻ ഡാഷ്ബോർഡിന്റെ ടോപ്പ് മെനു ബാർ നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആൻഡ് നമ്മളിവിടെ മൂവ് ചെയ്തത് HTML ബോഡിയും HTML ക്ലോസിംഗ് ടാബ് നമ്മൾ ഇവിടേക്ക് മൂവ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പേജ് തുടങ്ങുന്നത് ഹെഡറാണ്. header.php നമ്മൾ HTML തുടങ്ങി, പക്ഷെ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നില്ല. നമ്മൾ എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്? HTML ബോഡി. സോ എൻ്റർ ഫൂട്ടർ കഴിഞ്ഞത് ഹെഡറിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ HTML പേജ് ക്ലോസ് ചെയ്യണമല്ലോ. ലാസ്റ്റ് ഫൂട്ടറിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ എഴുതിയേക്കുന്നത്. ഫൂട്ടറിലാണ് ക്ലോസ് ഉണ്ടാക്കിയത്. നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം, വരണ്ടോ നോക്കാം. നമ്മൾക്ക് ഇത് കിട്ടി. നമ്മുടെ സൈറ്റിന്റെ പേര്, ആ ഡാഷ്ബോർഡിൽ ഈ മുകളിലത്തെ ടോപ്പ് ബാർ എന്താണോ അത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു ഇപ്പോൾ. ഓക്കെ. ചെറിയ കൺഫ്യൂസിങ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. WP ഫൂട്ടർ അതിന് വേണ്ടിയിട്ടാണ്. ഫൂട്ടർ ലോഡ് ചെയ്യാനല്ല, ഫൂട്ടർ ലോഡ് ചെയ്യാനായിട്ട് ഗെറ്റ് ഫൂട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗെറ്റ് ഹെഡറും ഗെറ്റ് ഫൂട്ടറാണ്. ഫൂട്ടറും ഹെഡറും ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ WP ഫൂട്ടർ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. WP ഫൂട്ടർ എന്ന് വെച്ചാൽ മുകളിലത്തെ ആ ബ്ലാക്ക് ഡാഷ്ബോർഡ് അഡ്മിൻ പേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്ലാക്ക് അഡ്മിൻ്റെ ആ നാവിഗേഷൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, WP ഫൂട്ടർ. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. എന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി സോൾവ് ചെയ്ത് തരാം. സോ ഇത്ര ഉള്ളൂ ഇന്നത്തേക്ക്. താങ്ക് യു. ബൈ.